ഹായ് ഗായ്സ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നാളെ പൊങ്കാലിടാൻ പോകണം. അതുകൊണ്ട് ഞങ്ങൾ പൊങ്കാലയുടെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ സാരി ഉണ്ട്, ഞാൻ സാരി ഇടുന്നത്, മാനസ ചുരിദാർ ഇടുന്നത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഷോപ്പിൻ്റെ ഒരു പകുതി സെറ്റ് കഴിഞ്ഞു. ലൈക്ക് അണ്ടർ സ്കേർട്ട് സാരി കഴിഞ്ഞു, സ്കേർട്ട് പിന്നെ തോർത്തൊക്കെ മേടിച്ച് കഴിഞ്ഞു. സോ റൈറ്റ് ഞങ്ങൾക്ക് ഇനി ഓർണമെൻറ്റ്സ് മേടിക്കണം. അപ്പം ഞങ്ങൾക്ക് അതിനിടയ്ക്ക് വിശക്കുമായിരുന്നു. സോ ഞങ്ങളിപ്പം ഇന്ത്യൻ കോഫി ഹൗസും മസാല ദോശയും ഇവിടെ പൊറോട്ട കഴിക്കാൻ വന്നു. ഓക്കെ, ആൾക്കാരെ ഞങ്ങളെ നോക്കുന്നുണ്ട്, ബട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ സംഭവങ്ങളുണ്ട്. പൊങ്കാലയുടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. സോ എന്തൊക്കെ ചെയ്യാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർണമെൻറ്റ്സ് മേടിക്കാൻ പോകും. ബിക്കോസ് എല്ലാം പുതിയതായിരിക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പൊങ്കാല. ഞങ്ങൾക്ക് വാഴയില വേണം. പിന്നെ ഞങ്ങൾക്ക് വാഴയില വേണം അതിന് വേണ്ടി. വാഴയില ഞങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ബാക്കിലെ മുറ്റത്തിൽ നിന്ന് മോഷ്ടിക്കുന്നതാണ്. ആരോടെ വരാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി വാഴയില ഇന്നെ മോഷ്ടിക്കേണ്ടി വരുമായിരിക്കും. ഇന്നേ മോഷ്ടിക്കാൻ വെക്കണം. സോ ഐ ഡോണ്ട് നോ വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന്. സോ കോഫി ഹൗസിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇത് കോഫി ഹൗസ്, ഇത് മെഡിക്കൽ കോളേജിലുള്ള കോഫി ഹൗസ്. ഞാൻ മസാല ദോശ കഴിക്കുന്നത്. മാനസിക്ക് വീട്ടിലുള്ള മസാല ദോശ ഇഷ്ടമില്ല. സോ ഷീസ് ഈറ്റിംഗ് പൊറോട്ട. ബാക്കി ഇനി ഇപ്പോൾ വരാം. സോ ഞാൻ മസാല ദോശ കഴിക്കുന്നത്. ഈ മസാല ദോശയിൽ ബീറ്റ്റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മാനസ കഴിക്കാതിരിക്കുന്നത്. ഈ സാധനം എന്താണെന്ന് എനിക്കും അറിയില്ല. പിന്നെ മാനസ ജസ്റ്റ് പൊറോട്ട കഴിക്കുന്നു. ബിക്കോസ് ചിക്കൻ കറി കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. എന്താ മാനസ നടന്നു വരുന്നു സന്തോഷത്തോടെ. സോ ഇവിടുത്തെ ഒരു അങ്കിളുണ്ട്, വെയിറ്റർ. പുള്ളി ഭയങ്കര വീടാക്കി. മാനസ ചോക്ലേറ്റ് ചാർജ പറഞ്ഞു. പുള്ളി തന്നത് സ്ട്രോബെറി. എന്നിട്ട് മാനസറിന് ചേട്ടാ ചാർജ പറഞ്ഞപ്പോൾ ഹീസ് ലൈക്ക് ഇതാ ചാർജ, ഇങ്ങനെ ചാർജ് ഇരിക്കുന്നു. പണ്ടത്തെ കൂട്ടി ഇതിൽ ബീറ്റ്റൂട്ട് ഇല്ല ഇപ്പോൾ. ഓക്കെ, ഇതിൽ കണ്ടോ? അല്ല, ബീറ്റ്റൂട്ട് ഉണ്ട്, ബട്ട് അത്രയും ഇല്ല. പണ്ട് ഇറ്റ് വാസ് മോർ ബെറ്റർ. യു നോ, മാനസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മൈ കോൺവെർസേഷൻ. മാനസ പേടിച്ചു പുള്ളിനെ. അങ്ങനെ ഞാനും പേടിച്ചു. പറ്റെങ്കിൽ പുള്ളിയുടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, സെയിം അങ്കിൾ ആക്ച്വലി ചാർജ് ഉണ്ടാക്കുന്നത്. മറ്റേ ഞങ്ങളടുത്തൊന്ന് പറഞ്ഞില്ലേ. ഞാനെൻ്റെ ഫുഡ് കഴിച്ചു. മാനസ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കമ്പി ടൈപ്പ് പല്ല് ടൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പാടായിരിക്കും. ബട്ട് ദിസ് തിങ് ഇസ് ആക്ച്വലി ഗുഡ്, യു നോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. തണുപ്പ് മാത്രം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. മസാല ദോശ ഭയങ്കര എരിയായിരുന്നു. എനിക്ക് എരിച്ചിട്ട് തല ഇറങ്ങുന്നത് ഭയങ്കര എരി. ബട്ട് അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് ഇറ്റ് ഫൈൻ. അതുകൊണ്ട് തിരിച്ച് പിന്നെ വന്നായിരുന്നു. ദിവസം ആസ്കിങ് വേണോ ഇനി എന്തെങ്കിലും കുടിക്കാനൊന്നും വേണ്ട. പുള്ളി ഒരുമാതിരി ഇങ്ങനെ നമ്മുടെ തലയിൽ ഈ ബന്ധുക്ക് വെച്ച് നമ്മളെ കൊണ്ട് ഓരോ സംഭവം ചെയ്യിപ്പിക്കുന്ന വിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി വരുന്നുണ്ട്. പുള്ളിനെ എങ്ങനെ കാണിക്കുന്നത് തിരിയുന്നില്ലെന്ന്. സി ദാറ്റ്സ് ദ അങ്കിൾ ആക്ച്വലി. പുള്ളിയുടെ ഫ്രണ്ട് ഫേസിനെ കാണിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ട് പാർസലും മേടിച്ചു. മാനസ റിവ്യൂ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. എനിക്ക് എരിക്കുക. അല്ലല്ല, കുടിച്ചിട്ടല്ല. അത് പഴം. എന്തിനോ? ഇറ്റ്സ് ഫൈൻ. അങ്കിളിനെ നോക്ക്. സി ദാറ്റ്സ് ദ അങ്കിൾ ആക്ച്വലി. പുള്ളിയുടെ ഫ്രണ്ട് ഫേസിനെ കാണിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ട് പാർസലും മേടിച്ചു. മാനസ റിവ്യൂ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. എനിക്ക് എരിക്കുക. അല്ലല്ല, കുടിച്ചിട്ടല്ല. അത് പഴം. എന്തിനോ? ഇറ്റ്സ് ഫൈൻ. അങ്കിളിനെ നോക്ക്. സോ ഞങ്ങളിപ്പം ഞങ്ങളുടെ പണി എന്ന് വെച്ചാൽ റൂമിലെല്ലാം നോട്ടീസ് ഒട്ടിക്കുന്നത്, റൂം പ്രഷർ ഇടുന്നതാണ്. ഓക്കെ, ഇതായിപ്പോൾ ഞങ്ങളുടെ കറൻറ്റ് പണി. ഓക്കെ, അത് ഞങ്ങളുടെ റൂട്ട്സിങ് ഭയ്യ ആയ പോലെ. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു പണി തീർന്നു. ഞാൻ ലിറ്ററലി ഭയങ്കര ടയേർഡായി. ഐ തിങ്ക് ഇപ്പം 4:15 എന്തോ ആയുള്ളൂ. പക്ഷെ ഇരുട്ടായിരിക്കുന്നത് ഇത് കാണില്ല. ഇതാണ് എൻ്റെ സ്നോയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സോ ഇപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോവാണ്. സോ ഞങ്ങൾക്കിപ്പോൾ ദാഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ശർബത്ത് എടുക്കാൻ ഞങ്ങളുടെ ഫ്രണ്ടിലെ സ്വാമിയങ്ങളുടെ കടയിൽ വന്നിട്ടുണ്ട്. മാനസ ലൈക്ക് ശർബത്ത് സ്വാമിയങ്ങളുടെ കട കാണിച്ചു തരാം. വലിയ മര്യാദയ്ക്ക് ഫോട്ടോ. ഇതെൻ്റെ വീട്ടിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റുള്ളൊരു കടയാണ്. ഐ ഡോണ്ട് നോ ഞാൻ പറയുന്ന കേക്ക് പറ്റുന്നുണ്ടോ ഇല്ലെന്ന്. മാനസ എന്തെങ്കിലും പറയണോ? എനിക്ക് അടിച്ചു വരുന്നുണ്ട് ലൈറ്റ് വിളിയുന്നു. ഭയങ്കര റഷായിപ്പോൾ.
അങ്കിളിപ്പം ഷർബത്ത് പ്രിപ്പയറിങ് പ്രോസസ്സിലാണ്. താങ്ക് യു. കാണാവോ സർബത്ത് എങ്ങനെയുണ്ട് മാനസ? ഓക്കെ, മാനസിന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. ഇത് ഭയങ്കര സ്വീറ്റായിരുന്നു, ഭയങ്കര സ്വീറ്റ്. അങ്കിളിനെ ഞങ്ങൾ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. മാനസ ഡയലോഗ് അടിച്ച് നിങ്ങൾ കേട്ടില്ലെന്ന് ഞാൻ തോന്നുന്നു. ഞാൻ സ്വീറ്റാന്ന് പറഞ്ഞിട്ട് മാനസ ജസ്റ്റ് ലൈക്ക് മീ എന്നൊക്കെ ഒരു ഡയലോഗ് അടിക്കുന്നത്. ഇതൊക്കെ എവിടെ കേൾക്കൂ. ഭയങ്കര സ്വീറ്റാണ് മാനസയുടെ ക്യൂട്ട് പേഴ്സ്. ഓക്കെ, അപ്പോൾ 1 ഷർബത്ത് is 25 rupees, but it's nice. നമുക്ക് ദാഹം മാറ്റാൻ. ആക്ച്വലി അങ്കിളും മനസ്സിലായി തോന്നിയാൽ കുറ്റം പറയുന്നത് ഹീസ് ലുക്കിംഗ് ലൈക്ക് ഇങ്ങനെയാണ്. മനസ്സിനെ എടുത്ത് കൊടുത്തു. മനസ്സ് ഒരു 50 രൂപ അങ്കിളുടെ അടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. മനസ്സിക്ക് ഇൻട്രോവേർട്ട് എൻ്റെ അടുത്ത് വരെ കൊടുക്കുക. ഇത് ഞങ്ങൾ കുടിച്ചേക്കളാം. ഇത് വേറെ ആരുടെ ഇത് മേടി വയ്ക്കുക. പക്ഷെ അങ്കിൾ കാണത്തില്ല. കൊടുക്ക്, ഒന്ന് കൊടുക്ക്, പെട്ടെന്ന് വാ. മാനസിക 1 മണിക്കൂർ എടുക്കുന്നു, ഞാൻ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഫെയർ സലോണിലാണ്. മാനസിക എൻ്റെ ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ എൻ്റെ കഴിഞ്ഞ് ഞങ്ങൾ വാക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് ഇന്ന് ഈ പ്രാവശ്യം. മാനസിക ഇന്നത്തെ സമയം എടുക്കുന്നതായിട്ടൊന്നു. സോ റൈറ്റ് ഞാൻ മാനസിക എൻ്റെ വെയിറ്റ് ചെയ്യുക. ഇന്ന് ആക്ച്വലി ഇവിടെ ഒട്ടും തിരക്കില്ലായിരുന്നു. മേ ബി നാളെ പൊങ്കാലായതുകൊണ്ടാണോ, പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ്സ് പറയുന്നത് എക്സാം സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ തിരക്കില്ലാത്തതെന്ന്. പിന്നെ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ മനുഷ്യൻ്റെ പോയി. മാനസ നിൻ്റെ എക്സ്പീരിയൻസ് അറിയാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എനിക്ക് വേദനയായിരുന്നു. മാനസ ഹാൻഡും ചെയ്തു, ഞാൻ ലെഗ് മാത്രമേ ഇടുള്ളൂ. അവരെന്നെയൊക്കെ തേച്ച് കുളിപ്പിച്ച് തരും. ആക്ച്വലി ഇവിടെ മറ്റേ പെഡിക്യൂർ 500 സംതിങ് ആണ് ഒരു ദിവസം പെഡിക്യൂർ ഒന്നും ചെയ്യണം. ആൾക്കാരെ ഞങ്ങളെ വല്ലാണ്ട് നോക്കുന്നു. അതിലൊന്നോ നിനക്ക് എനിക്ക് ഒന്ന് 800-900 ആവുമായിരിക്കും, എനിക്കറിയത്തില്ല. ഓക്കെ, മോശമായിട്ടുള്ള എന്താ പറയുക. ആക്ച്വലി ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഇനി പോകുന്നില്ല. ബിക്കോസ് അവിടെ ഭയങ്കര കള്ള. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഹെയർ നോക്കി കൊള്ളാവോ ഇല്ല. ഓക്കെ, ഞങ്ങളിനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈയും കാലൊക്കെ നീരി ഇരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോഴും ഇരിക്കുക. നാളെ ഇനി എന്തായി തീരുവാവോ. ഈ വീഡിയോ ഇന്ന് ഇടണോ നാളെ ഇടണോ? ഞാൻ നാളെ ഇടാം, അതായിരിക്കും നല്ലത്. നാളത്തിന് എങ്ങനെ എന്തായിരിക്കും ആർക്കറിയാം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെയും വരും, അല്ലേ വരത്തില്ല. ഞങ്ങൾക്കൊരു ഡ്രസ്സ് ഹണ്ടിങ് കൊണ്ടിരുന്നു. ഞങ്ങളപ്പോൾ ഇപ്പം അങ്ങനെ ട്രാവൻകോറിലെത്തി. മാനസ ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് ഇത്രയും ദൂരം നടപ്പിച്ചു. ഞങ്ങൾ ആക്ച്വലി ട്രാവൻകോറിൻ്റെ വെളിയിലാണ് സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് 30 രൂപ കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങനെയൊന്നുമല്ല, ലുല്ലു വരെ 20 രൂപ എടുക്കുന്നുള്ളൂ. ഇവർ 30 രൂപ സ്കാമായിട്ട് തോന്നി ഞങ്ങൾക്ക്. ഞങ്ങൾ എപ്പോഴും അവിടെ പാർക്ക് ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ കുറേ പൈസ ചിലവാക്കി. സോ ഇപ്പം ഞങ്ങൾ MOTയിലാണ്. MOTയുടെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു വെള്ള ഡ്രസ്സ് നോക്കി വന്നയാ. കിട്ടുമെന്നറിയില്ല, അതിൻ്റെയൊക്കെ വലിയ സ്റ്റോറി. അത്ര സ്റ്റോറി എനിക്ക് പറയാൻ താല്പര്യമില്ല. സോ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ലിറ്ററലി എന്താ അല്ലേ, എന്താ പറയാൻ വരുന്നത് ആക്ച്വലി ഞാൻ, പക്ഷെ ഞാൻ മറന്നുപോയി. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഈ ടെൻ്റ് കെട്ടിരിക്കുന്നത് കണ്ടോ? അതൊക്കെ ഈ പൊങ്കാലയുടെ ടെൻ്റാണ്.